ഹലോ ഗൈസ്. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ക്രൂക്കറായിട്ടുള്ള, ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള, ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഗെയിമർ ആരാണ്? അനുമോളാണോ, ഷാനവാസാണോ, അക്ബറാണോ? ഞാനവിടെ പറയാൻ പോകുന്നത്, എനിക്ക് ബിഗ് ബോസ് ഹൗസിലെ ഭയങ്കര മാനിപ്പുലേറ്റീവും ക്രൂക്കഡും കണ്ണിങ്ങുമായിട്ട് തോന്നിയിട്ടുള്ള കണ്ടസ്റ്റന്റിന്റെ ഗെയിം അനലൈസ് ചെയ്യാനും അതിനെപ്പറ്റി സംസാരിക്കാനാണ്. ഒട്ടുമിക്ക എല്ലാ ഓഡിയൻസിനും തോന്നുന്ന 3 പേരുകളാണ് ഈ അനുമോൾ, ഷാനവാസ്, അക്ബർ. അവർ ഏറ്റവും ക്രൂക്കഡായി കണ്ണിങ്ങായി കളിക്കുന്ന ബി ഗെയിമേഴ്സ്. പക്ഷെ എനിക്ക് ഇത് ചെറിയൊരു ചേഞ്ച് ഓഫ് പെർസ്പെക്റ്റീവ് ഉണ്ട്. എൻ്റെ ഒപ്പീനിയനിൽ അവിടെ ഭയങ്കര മാനിപ്പുലേറ്റീവായി, ഭയങ്കര ക്രൂക്കഡായി കളിക്കുന്ന കണ്ടസ്റ്റന്റ് ആതിര എന്നോടെയാണ്. സോ ബിഗ് ബോസ് ഹൗസിൽ ഇന്ന രീതിയിൽ ഗെയിം കളിക്കണം, ഇന്ന രീതിയിൽ കളിച്ചാലാണ് നല്ല ഗെയിം, അങ്ങനെ ഉള്ളൊരുവരായിട്ടില്ല. എല്ലാം പേഴ്സണൽ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. അപ്പോൾ ചില കണ്ടസ്റ്റന്റിനെ ക്രൂക്കഡായി കണ്ണിങ്ങായി കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ ആയിരിക്കും ഇഷ്ടപ്പെടുക. അതൊക്കെ ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ വ്യൂവേഴ്സ് പെർസ്പെക്റ്റീവ്. ഇവിടെ എനിക്ക് അത്തരത്തിലുള്ളൊരു ടാഗ് ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയി തോന്നിയിട്ടുള്ള കണ്ടസ്റ്റന്റിന്റെ ഗെയിം അനാലിസിസിൽ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് ആതിര നോറ അവിടുത്തെ ഏറ്റവും കണ്ണിങ്ങും ക്രൂക്കറും മാനിപ്പുലേറ്റീവായ ഗെയിമേഴ്സായി മാറുന്നു? ആതിരയുടെയും നോറയുടെയും ഗെയിം ഭയങ്കര സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റുള്ളൊരു ഗെയിമാണ്. ഹൗസിൽ നിലനിൽക്കുക, എന്ത് വിധേനയും നിലനിൽക്കുക, അതിനെന്തും ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ഒരു ഗെയിമാണ് ആതിരയും നോറയും കളിക്കുന്നത്. ആതിരയും നോറയും ഒരു സിംഗിൾ മത്സരാർത്ഥിയാണ് ബി ഹൗസ് എൻ്റർ ചെയ്തത്. അത് സിംഗിൾ മത്സരാർത്ഥിയായി എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഒരുപാട് ഡേയ്സ് അവരുടെ വോട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഒരു വോട്ടിംഗ് കൗണ്ട് എന്ന് പറയുന്നത് രണ്ടുപേരും കൂടി ഒരു വോട്ടിംഗ് കൗണ്ടായിരുന്നു. പക്ഷേ പാതി വഴി വെച്ചിട്ട് അവർ രണ്ടുപേരും ബിഗ് ബോസ് സ്പ്ലിറ്റ് ആക്കുകയും രണ്ടുപേരും 2 സെപ്പറേറ്റ് കണ്ടസ്റ്റൻ്റായി മാറ്റുകയാണ് ഈ സീസണിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ സർവൈവൽ ഭയങ്കര റിസ്കിയായി മാറി. കാരണം ഒരു വോട്ട് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ വോട്ട് ബാങ്കിൽ നിന്നും അവർ 2 കണ്ടസ്റ്റനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ആര് സർവൈവ് ചെയ്യും, വീഴുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആ 2 കണ്ടസ്റ്റൻറ്റിലേയും വന്നു. അതിനെ അവർ കൗണ്ടർ ചെയ്തത് അവരുടെ ബി ഹൗസിൽ അവർ കണ്ടെത്തുന്ന അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്രണ്ട്ഷിപ്പിലൂടെയും ഒരുപാട് തവണ ഫ്രണ്ട്ഷിപ്പിലൂടെ അവർക്ക് കിട്ടുന്ന വോട്ടിംഗ് സിസ്റ്റം അനുസരിച്ചായിരുന്നു. ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിയുമ്പോഴും ഏത് കണ്ടസ്റ്റൻ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് കണ്ടസ്റ്റൻ്റാണ് പുറത്ത് കുറച്ചും കൂടി നെഗറ്റീവായി നിൽക്കുന്നത് എന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നിന്നും കൂടുതലായി മനസ്സിലാക്കി അതിനനുസരിച്ച് മൂവ് ചെയ്തിരുന്ന 2 കണ്ടസ്റ്റൻ്റാണ് ആദില നോറ. ഇനീഷ്യൽ ഡേയ്സിൽ അനീഷുമായിട്ട് മറ്റെല്ലാ കണ്ടസ്റ്റന്റിനെയും പോലെ ഇറിറ്റേഷൻ കാണിക്കുന്ന അനീഷിൻ്റെ അടുത്തേക്ക് സംസാരിച്ചു. പിന്നീട് അങ്ങോട്ട് അനീഷിനെ കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ലാലേട്ടൻ്റെ വരുന്നതെന്ന് മനസ്സിലാക്കി അനീഷുമായിട്ട് അടുക്കാൻ ശ്രമിച്ചിരുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷേ അനീഷ് ഒട്ടും ആരെ അടുപ്പിക്കാത്ത രീതിയിലൊരു ക്യാരക്ടറായതുകൊണ്ട് അവർക്ക് അത്ര വർക്കൗട്ട് ആക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാൽ ഒരു ടോം ആൻഡ് ജെറി കൈൻഡ് ഓഫ് ഒരു അടി പഴക്ക് കോംബോ കാര്യങ്ങളൊക്കെ അനീഷായിട്ട് ഉണ്ടാക്കിയിരുന്നു. അനീഷിനധികം വെറുപ്പിക്കാതെ എപ്പോഴും ഒരു സേഫ് പ്ലേസ് അല്ലെങ്കിൽ ഒരു സേഫ് സോണിൽ നിർത്താൻ അതിനോട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനോട് സ്പ്ലിറ്റ് ആയതിനു ശേഷം, സെപ്പറേറ്റ് കണ്ടസ്റ്റൻ്റ് ആയതിനു ശേഷം അവരുടെ സർവൈവൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഭയങ്കര റിസ്കിയാണ് എന്നുള്ള എലമെന്റ് ആദ്യമായി അവിടെ മുന്നോട്ട് മറ്റേ ഹൗസ്മേറ്റ്സിന് മുന്നിൽ വെച്ചത് അക്ബറായിരുന്നു. അതുപോലെ തന്നെ പല കണ്ടസ്റ്റൻസും ഇവരുടെ സർവൈവലിനെ ശരിയാണ്, അതായത് 2 പേരും സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ 2 പേരും ഒരുമിച്ച് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ പുറത്താകും എന്നുള്ള ഒരു നെറേറ്റീവ് ഹൗസിൽ സ്പ്രെഡാക്കിയതൊക്കെ അക്ബർ അവിടെ ചർച്ച ചെയ്തുകൊണ്ടാണ്. ഇത് അവർക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവർക്കൊരു സൂപ്പർ പവർ കിട്ടി, ഒരു ഇമ്മ്യൂണിറ്റി കിട്ടി. അത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി കിട്ടുമ്പോഴും അത് ഇല്ലാതാക്കാൻ ഓപ്പൺലി ചലഞ്ച് ചെയ്ത് കളിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് അക്ബറായിരുന്നു. അതേസമയം ലക്ഷ്മി പലപ്പോഴും പറയുന്നത് പോലെ ഷാനവാസ് എന്നൊരു കണ്ടസ്റ്റന്റ്, അയാൾ ഭയങ്കര ശുദ്ധരാണ്, അയാൾ ഭയങ്കര എല്ലാം ഭയങ്കര ഇമോഷണൽ ആയിരിക്കുന്ന ഒരാളാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു രീതിയിലായിരിക്കുമ്പോൾ അത് ഏറെക്കുറെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും തലയായിട്ട് സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അതേപോലെ എടുത്ത് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഈ പറഞ്ഞ കണ്ടസ്റ്റൻസിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് ക്രൂക്കറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. പക്ഷേ പുള്ളിയുടേതായിട്ടുള്ള ഒരു നെറേറ്റീവ് ഉണ്ട്. പുള്ളിക്ക് ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അയാൾ എനിക്ക് അഗേൻസ്റ്റാണ് കളിക്കുന്നത്, അത് എല്ലാവരുടെ അയാൾക്ക് കംഫർട്ടബിളായി തോന്നുന്ന അയാൾ ട്രസ്റ്റ് ചെയ്യുന്ന എല്ലാവരുടെ പറഞ്ഞു നടക്കും. അത് ശരിവെച്ച് കൊടുക്കുന്ന കണ്ടസ്റ്റന്റിനെ അയാൾ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് ആ ഒരു വളരെ എപ്പോഴും സ്ട്രോങ് ആയി നിലനിർത്താൻ ശ്രമിക്കും. അങ്ങനെയാണ് ആതിരയും നോറയും ഷാനവാസുമായിട്ടുള്ളൊരു തിക്കലു ലക്ഷ്യം ബിൽഡായത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഷാനവാസ് ആതിരയും നോറേനെയല്ല ട്രാപ്പാക്കി വെച്ചിട്ടുള്ളത്. ആതിരയും നോറയും ഷാനവാസിനെയാണ് ഇമോഷണലി ട്രാപ്പാക്കി വെച്ചിട്ടുള്ളത്. ഷാനവാസിന് തോന്നുന്ന എല്ലാവിധ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരവരുടെ നിന്ന് വരുന്ന പല കാര്യങ്ങളും ഭയങ്കര അളന്ന് മുറിച്ച് മാത്രമാണ് ഷാനവാസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുള്ളത്. ഷാനവാസിന് ഓപ്പോസിറ്റിന് തോന്നുന്ന ആൾക്കാരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രമേ ഷാനവാസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുള്ളൂ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്റ്റീവായി നടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആതിരയും നോറയും എന്നാണ് എനിക്ക് പോയിന്റ് ഓഫ് ടൈമിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിനെത്ര എവിഡൻ്റ് ആയിട്ട് തന്നെ കഴിഞ്ഞ 2 ആഴ്ച ഇവരുടെ ഒരു ചേഞ്ച് ഓഫ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാവുന്നത്. ഇതിന് മുന്നേ ഇതുണ്ടായിട്ടുണ്ട്.
ഏറ്റവും ഫസ്റ്റ്ലി അത് നെവിനേറ്റ് വന്ന ഒരു വിഷയം. നെവിനേറ്റ് വന്ന വിഷയത്തിൽ നെവിനെ പറ്റിയിട്ട് ഷാനവാസ് ഇവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു. അത് പബ്ലിക്കലി ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നെവിനെ അഗെയിൻസ്റ്റ് കളിക്കാനാണ് ആദില നൂറയും മുന്നിട്ടത്. അത് ഷാനവാസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ആദില നൂറയും കളിച്ചത്. അത് ഒരു പരിധി വരെ എക്സ്പോസ്ഡ് ആയിപ്പോയ ഒരു മൊമെന്റായിരുന്നു. ഷാനവാസ് നല്ല രീതിയിൽ അതിനെ എതിർക്കുകയും ഇവര് തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും വളരെ ഇമോഷണലായിട്ട് ഷാനവാസ് ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്തു. ബട്ട് അഗെയിൻ അവിടെയാണ് ഇവരുടെ മാനിപ്പുലേറ്റീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു കണ്ണിങ് ഗെയിം വർക്കൗട്ട് ആവുന്നത്. ഒരു കണ്ടസ്റ്റന്റ് ഇവരെ പറ്റി ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഓപ്പോസിറ്റായിട്ട് ഏൻസേറ്റ് എന്ന് കളിക്കുന്നു. അതേസമയം അതിലെ നൂറ് വന്ന് ഭയങ്കര കംഫർട്ടായിട്ട് ഭയങ്കര കോസിയായിട്ട് എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കുന്ന കോംപ്രമൈസ് എന്ന രീതിയിൽ വന്നിട്ട് ഷാനവാസ് സംസാരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അവരെ വഴക്കും ഫൈറ്റുകളൊക്കെ ഭയങ്കര കോംപ്രമൈസ് ആയിട്ട് അതൊന്നും ഇല്ലാത്ത രീതിയിലായി മാറുന്നു. വീണ്ടും ഒരുമിക്കുന്നു. അങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ഇൻ ദ സെൻസ് ആരും അറിയാതെ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ആദ്യം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മൊമെന്റിൽ ഷാനവാസ് ഇവര് നല്ല രീതിയിൽ എക്സ്പോസ് ആക്കുന്ന തരത്തിൽ വരെ ഈ നെവിൻ്റെ ഇഷ്യൂല് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇമോഷണലി ഇമ്പേഴ്സ്ഡായി ഭയങ്കരമായിട്ട് ഇവർക്ക് എഗെയിൻസ്റ്റൊക്കെ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മറ്റെല്ലാ മത്സരാർത്ഥികളും ഒപ്പം ഇട്ടിച്ചുകൊണ്ടിയത് ഷാനവാസിനെ എഗെയിൻസ്റ്റ് മാത്രമായിരുന്നില്ല, ആദ്യം ഉടയും കൂടെയായിരുന്നു. അത് ഇവർ വീണ്ടും അവർക്ക് തെറ്റായി കണ്ടിട്ട് ഷാനവാസുമായിട്ട് കോംപ്രമൈസ് ആക്കി വീണ്ടും അവരോട് നറേറ്റീവ് ഉണ്ടാക്കി അവർക്ക് എഗെയിൻസ്റ്റ് പറയുന്നവർ അവർ തമ്മിൽ തല്ലാൻ ആഗ്രഹിക്കുന്നവരാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. ആ ട്രാപ്പിൽ വീണ്ടും ഷാനവാസ് വീണതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വീണ്ടും അവരുടെ ബോണ്ട് സ്ട്രോങ് ആയി. തൊട്ടടുത്ത ആഴ്ച ഒരു ഹോട്ടൽ ടാസ്ക് വരികയുണ്ടായി. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഗസ്റ്റ് കണ്ടസ്റ്റൻ്റായി ഇപ്പോൾ റിയാസ് സലീം ഹൗസ് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഷാനവാസ് നെവിൻ്റെ അവിടെ എന്തൊരു ഇഷ്യൂ റിയാസ് കൊണ്ടുവരികയും അതിനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പൺലി അതിലെന്ന് പറയുന്ന അണ്ടർസിനെ റിയാസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷാനവാസിനൊക്കെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. റിയാസ് സലീമ വീട്ടിൽ നിന്ന് പോയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഇവർ വീണ്ടും ജെല്ലായി. ഇതിന് ശേഷം വീണ്ടും ഇവർ പോയിട്ട് അവരുടെ കോംപ്രമൈസ് ടാക്കിന് പോയി ഷാനവാസ് അത് കേട്ടിരിക്കുന്നു. ഇനി കോംപ്രമൈസ് ടോക്കിന് പോയി പിന്നെ ആദ്യം ഷാനവാസ് സംസാരിച്ച് അത് വീണ്ടും കോംപ്രമൈസ് ആയി. എഗെയിൻ അവിടെ ഷാനവാസിനെ വളരെയധികം ഫോൾസ് ആയിട്ടുള്ള നറേറ്റീവിൽ ഈവൻ ദോ അത് ഭയങ്കര ശരിയായിട്ടുള്ള നറേറ്റീവുകളാണ് കൂടി മീൻ ഷോവനിസ്റ്റാണ് ഭയങ്കര അഗ്രസീവാണ് എന്നുള്ള ടേംസും പദങ്ങളൊക്കെ ആദ്യമായി തന്നെ ഹൗസിൽ കൊണ്ടുവന്നിട്ടുള്ള കണ്ടസ്റ്റൻസാണ് ഈ ആദില. അത്തരത്തിലുള്ള നറേറ്റീവ്സ് വെച്ചുകൊണ്ട് തന്നെ ഷാനവാസിനെ നേരിട്ടെങ്കിലും ഈ കോംപ്രമൈസ് ഫാക്ടർ അവർ രണ്ടുപേരും പിരിയുന്നത് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു സോഫ്റ്റ് ടച്ച് വെച്ച് അവർ വീണ്ടും റിസൾട്ടായി അവർ വീണ്ടും പല രീതിയിൽ കമ്പനി. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇവരുടെ ഒപ്പീനിയൻ്റെ ഒരു വ്യതിചരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റിയാസിൻ്റെ ഒപ്പം നിൽക്കും, റിയാസുള്ളപ്പോൾ റിയാസ് പോയി തന്നെ മുൻപ് ഷാനവാസിൻ്റെ ഒപ്പം നിൽക്കും. അതാണ് ഒരു കണ്ണിനെ ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്യും. ഇവരുടെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിന്നി ലക്ഷ്മിയായിട്ട് ഷാനവാസ് ഒരു വിഷയം ഉണ്ടായി. ഇടിപൂടി എന്നുള്ള വിളിയും ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ടോക്കിലേക്കൊക്കെ അത് പോകുകയുണ്ടായി. ആ സമയത്ത് ഷാനവാസ് അറിയാതെ ഷാനവാസിനെ പറ്റിയിട്ടുള്ള പല നറേറ്റീവ്സും ഇവർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ വിശ്വാസ് ഗോയിങ് ഓൺ എയർ. ഷാനവാസ് ഭയങ്കര മേൽ ഷോവനിസ്റ്റാണ്, അയാളുടെ സ്വഭാവം തീരെ ആക്സെപ്റ്റബിൾ അല്ല, അത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഒപ്പീനിയൻസ് ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇതേ കാര്യം ഷാനവാസിനെ തിരുത്താനോ ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ആസ് എ ബ്രദർ എന്ന രീതിയിൽ അയാളുടെ നേരിട്ട് പോയിട്ട് ഡയറക്ട്ലി ചെന്നിട്ട് അയാളുടെ അടുത്ത് തിരുത്താനായിട്ട് ഇവർ ഒരിക്കലും ശ്രമിക്കുന്നില്ല. ഇവരത് ഒരു ബീറ്റായിട്ട് കാണാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്നത് പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അതേസമയം ഷാനവാസിനെ രാവിലെകളിലും എപ്പോൾ സംസാരിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുകയും എന്നാൽ മാറിയിരുന്ന ഷാനവാസ് ഇത്തരക്കാരനാണ് എന്നുള്ളത് പറയുകയും ഒരു തവണയല്ല പല തവണകളായിട്ട് എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനുശേഷം ഏറ്റവും ലേറ്റസ്റ്റായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോമിനേഷൻ ഷാനവാസിനെ മേഷോവനിക്സ് ചിത്രീകരിച്ചൊരു നോമിനേഷൻ പറയുകയുണ്ടായി. അതിൽ അത്തരത്തിലൊരു നോമിനേഷൻ കൊടുത്തിട്ട് പോലും ഷാനവാസ് അത് മനസ്സിലാക്കിയെന്നറിഞ്ഞ് ഷാനവാസ് അത് ചോദിച്ച സമയത്ത് മുഖത്ത് നോക്കി കള്ളം പറയുകയാണ് ചെയ്തത്. അത്രയും മാനിപ്പുലേറ്റീവാണ്, അത്രയും കണ്ടിങ്ങാണ്. താനല്ല നോമിനേറ്റ് ചെയ്ത് വേറെ പലരാണ് നോമിനേറ്റ് ചെയ്തത്, നിങ്ങളെ ആരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു നറേറ്റീവ് ഷാനവാസിലേക്ക് കൊടുക്കുകയും വീണ്ടും അവിടുന്ന് എസ്കേപ്പായി ഒന്നും കമ്പനി ആവാനുള്ള ഒരു പ്ലാനായിരുന്നു ആദിലയുടെയും നൂറയുടേതും. ഇതിൻ്റെ ഇടയിൽ ആദില നൂറ കമ്പനി ചെയ്ത് അനുവിൽ നിറ. അപ്പം നിങ്ങൾക്ക് ആ പാറ്റേൺ ഉണ്ടെങ്കിൽ മനസ്സിലാവും എങ്ങനെയാണ് പുറത്ത് PR അല്ലെങ്കിൽ പുറത്ത് ഒരുപാട് സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന കണ്ടസ്റ്റൻസിനെ സ്വന്തം സൈഡിൽ വെക്കുക. അപ്പം എന്താണ് പറഞ്ഞാൽ ഒരാൾ നോമിനേഷനിൽ പോയാലും അല്ലെങ്കിൽ രണ്ടുപേരും നോമിനേഷനിൽ വന്നാലും ഇവരിലെ 3 പേരിലോ അല്ലെങ്കിൽ ഷാനവാസോ അനുമോള് നോമിനേഷനിൽ വരാത്ത പക്ഷം അവരുടെ ഒരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് ഇവരിലേക്ക് കിട്ടും എന്നുള്ള ഒരു ഹോപ്പിലാണ് അവർ പല റിലേഷൻഷിപ്പും ഹൗസിൽ മുന്നോട്ട് പോകുന്നത്. അത്രയും മാനിപ്പുലേറ്റീവായിട്ട് അത്രയും കണ്ണിങ് ആയിട്ടൊരു ഗെയിമാണ് അവർ കളിക്കുന്നത്. പക്ഷെ ഇവരെ കാണിക്കുന്ന റിലേഷൻഷിപ്പ് ഭയങ്കര ട്രൂ ആണെന്ന് വിശ്വസിച്ചിരിക്കുന്ന 2 കണ്ടസ്റ്റൻസാണ്. അനുമോളാണെങ്കിലും ഷാനവാസ് ആണെങ്കിലും തന്നെ നോമിനേറ്റ് ചെയ്തത് ആദിലയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഷാനവാസിനെ എഗെയിൻസ്റ്റ് എന്ന് പറയുമ്പോൾ പോലും
അടുത്ത ദിവസം അപ്പം തന്നെ വന്ന് അത് കോംപ്രമൈസ് ആക്കുന്നത് ഞോടെ തന്നെയാണ്. ഇത് റിപ്പീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഖേദിക്കും, നിങ്ങൾ തിരിച്ചറിയുന്നൊരു മൊമെൻ്റ് വരും. അത്രയും ഓപ്പണായിട്ട് ഭയങ്കര മാനിപ്പുലേറ്റീവായിട്ട് കള്ളം പറഞ്ഞുകൊണ്ട് ചെയ്ത കാര്യത്തിനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് ആദിലയും നൂറയും. അതേപോലെ തന്നെ ഇന്നലെ അനുമോളുടെ വിഷയം വരുന്ന സമയത്താണെങ്കിൽ കൂടെ ഒപ്പം നിന്ന് കളിച്ച് അതിലൊരു കണ്ടസ്റ്റൻ്റ് അവർ ചെയ്യുന്ന സമയത്ത് ആ കണ്ടസ്റ്റൻറ്റിൻ്റെ അഭാവത്തിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദിലും നൂറയാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അനുമോൾ ആദിലും നൂറില്ലാത്തപ്പോൾ ഇവരുടെ കുറ്റം പറഞ്ഞു നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. ഷാനവാസ് ആദിലിനൂറില്ലാത്ത സമയത്ത് ഷാനവാസിനെ എഗെയിൻസ്റ്റ് കളിക്കാത്ത നിമിഷങ്ങളിൽ ഒരിക്കലും ഇവരെ പറ്റി കുറ്റം പറഞ്ഞു നടത്താൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടത് എന്താണോ, അവർക്ക് വേണ്ടത് ഒരു വോട്ട് ബാങ്കാണ്, ആ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻസോ പലരുമായിട്ടുണ്ടാകും. അതിൽ നല്ല രീതിയിൽ ട്രാപ്പായി പോകുന്ന രണ്ട് കണ്ടസ്റ്റൻസിലും ആണ് ഷാനവാസും അനുമോളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള രണ്ട് ഗെയിമേഴ്സാണ്. പക്ഷെ അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന അവിടുത്തെ ഒരു കണ്ണിങ് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഭയങ്കര കൂക്കറായിട്ടുള്ള ഗെയിമേഴ്സാണ് ഇവർ രണ്ടുപേരും. എന്നാൽ ഈ കണ്ണിങ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ഗെയിം എന്ന് പറഞ്ഞ ടാഗ് മറ്റു പല കണ്ടസ്റ്റൻസിലേക്കും കൊടുക്കുകയും ഇവർ ഭയങ്കര ഫെയർ ആൻഡ് ജെന്യുവൻ ആയിട്ടാണ് കളിക്കുക എന്നുള്ള നെറേറ്റീവ് എല്ലാ കണ്ടസ്റ്റന്റിലേക്കും സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അതിബുദ്ധിമാന്മാരായ രണ്ട് കണ്ടസ്റ്റൻസാണ് ആദിലയും നൂറയും. കാരണം അത്തരം ക്രൂക്കഡായി കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ ഹൗസിലാണെങ്കിലും പുറത്താണെങ്കിലും ഭയങ്കരമായിട്ട് എതിർക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്നവരായിട്ടായിരിക്കും നമുക്ക് ഒരുപാട് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആരും അറിയുന്നില്ല ഇവരുടെ അവരെ എക്സ്പോസ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ അവർ കറക്റ്റ് ടൈമിൽ അവർ എക്സ്പോസ് ആക്കുന്നുണ്ട്. അവിടെ ഒരു റിലേഷൻഷിപ്പോ ഒരു കാര്യമോ പറഞ്ഞിട്ട് അവരതിനൊരു ഹിൻഡറിങ് വരുത്തുന്നില്ല. എന്നാൽ അവർക്കൊപ്പം നിൽക്കണമെന്ന് തോന്നുന്ന ആൾക്കാരെ അവർക്ക് ഈസി ആയിട്ട് ട്രാപ്പാക്കാനും അവരോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഇവർ എത്ര തന്നെ ഇൻസൾട്ടിങ് ആയിട്ട് ഒരാളുടെ എഗെയിൻസ്റ്റ് പറഞ്ഞാലും എഗെയിൻ അവരുടെ ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിൻ്റെ ഒരു വളരെ പ്രവൃത്തി വെച്ച് അവരെ വീണ്ടും ട്രാപ്പാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി, ആ ഒരു കഴിവ് ഇവർക്ക് രണ്ടുപേർക്കുണ്ട്. ഇപ്പോഴും ഇതൊന്നും ഹൗസിൽ ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ ഒരു മാനിപ്പുലേഷൻ ഗെയിം അവിടെ ആർക്കും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആദില നൂറ എന്ന് പറയുന്ന ക്രൂക്കഡ് ഗെയിമേഴ്സിൻ്റെ ഏറ്റവും വലിയ വിജയം. അത് ഒട്ടുമിക്ക ഓഡിയൻസിനും എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതാണ് അവരുടെ വിഷയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞതൊക്കെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. ഞാൻ ഈ ഇത്രയും ദിവസം ബിബിനെ ഉണ്ട് എനിക്ക് മനസ്സിലാക്കിയ ഒരു പെർസ്പെക്റ്റീവ് മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കാം, അത് ഞാൻ റെസ്പെക്റ്റ് ചെയ്തു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ അവിടെ മാനിപ്പുലേറ്റീവ് അല്ലെങ്കിൽ കണ്ണിങ് കളിക്കുന്ന ഗെയിമർ ആരായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? കമൻറ്റ് ബോക്സിൽ പ്ലീസ് മെൻഷൻ. അപ്പോൾ ശരി, ബൈ.